ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 36 പരശുരാമചരിതം. അത്രേ പുത്രതയാ പുരാത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിഥ സ്വേനൈവ ചാന്തേ വധം. സത്യം കർത്തു മഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം. സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായ ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാഃ സമ്മതം. ലബ്ധാം നായഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപിതോ ക്രോധാകുലസ്യജ്ഞയാ താതാജ്ഞാതികസോദരൈः സമമിമാം ഛിത്വാഥ ശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേ തദ്വരാൻ. പിത്രാ മാതൃമുദേസ്തവാഹൃതവിയദ്ധേനോർനിജാദാശ്രമാത് പ്രസ്ഥായാഥ ഭൃഗോർഗിരാ ഹിമഗിരാ വാരാധ്യ ഗൗരീപതിം. ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ആഖേടോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാച പുനഃ. ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കൃധിയാദേനാപി രുന്ധൻ മുനിപ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോ ഹൃത. ശുക്രോ ജീവിത താതവാക്യജലിതക്രോധോധ സഖ്യാ സമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ശാപം കുഠാരം ശരാൻ. ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷിക്ഷിതിപതോ സംപ്രാസ്തുതാഃ സാഗരം. സംപ്രാസ്തുതാഃ പുത്രാണാമയുധേന സപ്തദശഭിശ്ചക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർ വ്യാജൃംഭിതായോധന. സദ്യസ്ത്വത്കുഠാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ധേഹയ. ലീലാവാരിത നർമ്മദാജലവലല്ലങ്കേശഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമം. ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വം മുദാ ധ്യായന്തം ചിത സർവദോഷമവധി സ്വഗാത്പരം തേ പദം. ഭൂയോ മർഷിത ഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാമഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുചോകോരാം പ്രതിജ്ഞാം വഹൻ. ധ്യാനാനീതരഥായുധസ്ത്വമകൃഥാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. താതോജ്ജീവനകൃനൃപാലകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാഥ സമന്ത പഞ്ചകമഹാരക്തഹൃദൗഘേ പിത്ര്യോൻ.
യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭോ ഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാതേശ്വാസ ധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാദുത്സാര്യോദ്ധൃത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാദുത്സാര്യോദ്ധൃത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 36-ാം ദശകം. പരശുരാമചരിതം. നാരായണ 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 നാരായണ. അത്രേ പുത്രതയാ പുരാത്വമനസൂയായാം ഹി ദത്താവിദോ ജാത ശിഷ്യനിബന്ധതദ്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാനൈഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വേനൈവ ചാന്തേവധം. പണ്ട് ഭഗവാൻ അത്രിയുടെ പുത്രനായി അനസൂയയിൽ ദത്താത്രേയൻ എന്ന പേരോടുകൂടി ജനിച്ചു. ശിഷ്യന്മാരുടെ നിർബന്ധ നിമിത്തം ഭാര്യയും ഒന്നിച്ച് ലോകമെമ്പാടും ആനന്ദാനുഭൂതിയിൽ ചുറ്റി സഞ്ചരിച്ചു. വഴിയിൽ കണ്ട ഭക്തോത്തമനായ കാർത്തവീരാർജുനന് അഷ്ടൈശ്വര്യങ്ങളും അഭീഷ്ടവരങ്ങളും നൽകിയിട്ട് ഒടുവിൽ കാർത്തവീരന്റെ മരണവും തൻ്റെ കൈകൊണ്ട് തന്നെ എന്ന് ഭഗവാൻ വരം കൊടുത്തു. സത്യം കർത്തൃമഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം. സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേശ്വരജ പിത്രോരഥാസമ്മതം. കാർത്തവീര്യന് നൽകിയ വരം സത്യമാകുന്നതിന് കാർത്തവീര്യന്റെ ശക്തി കൊണ്ട് അല്പം അടങ്ങിയവനെങ്കിലും ബ്രഹ്മദ്വേഷികളായ ക്ഷത്രിയരെ നശിപ്പിക്കുന്നതിന് അങ്ങ് ഭൃഗുവംശത്തിൽ ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായി ജനിച്ചു. രാമൻ എന്ന പേരോടുകൂടി ജനിച്ച അങ്ങ് മാതാപിതാക്കൾക്ക് അത്യധികമായ ആനന്ദം നൽകി. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, 14 വയസ്സാകുമ്പോഴേക്കും രാമൻ വേദങ്ങളെല്ലാം പഠിച്ചു. ഗന്ധർവ രാജാവായ ചിത്രരഥനിൽ മനസ്സൽപ്പമഴിഞ്ഞ മാതാവായ രേണുകയെ കുപിതനായ ജമദഗ്നി മഹർഷി സഹോദരന്മാരോട് വധിക്കാൻ ആവശ്യപ്പെട്ടു. അവരാരും അതനുസരിച്ചില്ല. പരശുരാമൻ പിതാവിൻ്റെ ആജ്ഞ നിറവേറ്റി അമ്മയെയും സഹോദരങ്ങളെയും വധിച്ചു. പിന്നീട് ശാന്തനായ പിതാവിൽ നിന്നും വരം വാങ്ങി അവരെ വീണ്ടും ജീവിപ്പിച്ചു. സന്തുഷ്ടയായ മാതാവ് രേണുകയും മകന് വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ജമദഗ്നി മഹർഷി രേണുകയുടെ സന്തോഷത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്നും കാമധേനുവിനെ സ്തോത്രങ്ങൾ കൊണ്ട് തൻ്റെ ആശ്രമത്തിൽ വരുത്തി. പിതാമഹനായ ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം പരശുരാമൻ ആശ്രമം വിട്ട് ഹിമാലയത്തിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു. അവിടെ ചെന്ന് ശിവനെ തപസ് ചെയ്ത് പരശു വാങ്ങി ശിവന്റെ നിർദ്ദേശപ്രകാരം അസുര നിഗ്രഹം ചെയ്തു. ശിവൻ പല ദിവ്യായുധങ്ങളും പരശുരാമന് നൽകി.
സിംഹത്താൽ ആക്രമിക്കപ്പെട്ട അകൃതവർണ്ണൻ എന്ന മുനിയെ രക്ഷിച്ചത് നിമിത്തം അവർ സുഹൃത്തുക്കളായി തീർന്നു. പരശുരാമൻ പിന്നീട് തൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. കാർത്തവീര്യാർജുനൻ ഒരിക്കൽ നായാട്ടിനായി ജമദഗ്നിയുടെ ആശ്രമ പരിസരത്ത് വന്നു ചേർന്നു. കാമധേനു ആശ്രമത്തിലുള്ളതിനാൽ കണക്കില്ലാത്ത വിഭവങ്ങളും സമ്പത്തുക്കളും കൊണ്ട് ജമദഗ്നി മഹർഷിക്ക് രാജാവിനെയും സൈന്യങ്ങളെയും യഥോചിതം സൽക്കരിക്കാൻ സാധിച്ചു. സ്വന്തം രാജധാനിയിലെത്തിയ കാർത്തവീര്യനെ മന്ത്രി പ്രേരിപ്പിച്ച് കാമധേനുവിന് തനിക്ക് വിട്ടുകിട്ടണമെന്ന കൽപ്പന പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. മന്ത്രി തന്നെ ആ കൽപ്പനയുമായി ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി. മഹർഷി കാമധേനുവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാമധേനു ഉള്ളത് ആശ്രമത്തിന് ഒരു ഐശ്വര്യമായിരുന്നു. ബലാത്കാരം കാമധേനുവിനെ കൊണ്ടുപോവാൻ മന്ത്രി ശ്രമിച്ചപ്പോൾ മഹർഷി മന്ത്രിമാരെയും കൂട്ടുകാരെയും തടഞ്ഞു. ആ ഏറ്റുമുട്ടലിൽ ജമദഗ്നി മഹർഷി കൊല്ലപ്പെട്ടു. തന്മൂലം കോപാന്ധനായ കാമധേനു തൻ്റെ ശരീരത്തിൽ നിന്ന് കണക്കില്ലാത്ത ആയുധധാരികളായ യോദ്ധാക്കളെ സൃഷ്ടിച്ച് സൈന്യത്തെ വകവരുത്തി. പക്ഷേ മന്ത്രിയാകട്ടെ കാമധേനുവിൻ്റെ കുട്ടിയെ ഈ അവസരത്തിൽ അപഹരിച്ചുകൊണ്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു. 6-ാം ശ്ലോകത്തിൽ പറയുന്നത്, കൊല്ലപ്പെട്ട ജമദഗ്നി മഹർഷിയെ ശുക്രാചാര്യർ ജീവിപ്പിച്ചു. പുനർജീവനം നേടിയ പിതാവിൻ്റെ വാക്കു കേട്ട് പരശുരാമൻ അത്യന്തം കോപിച്ചു. അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച പരശുരാമൻ വളരെയധികം ദേഷ്യത്തോടു കൂടി സുഹൃത്തുക്കളായ അകൃതവർണ്ണനെയെ കൂട്ടുവിളിച്ചു. ശിവകിങ്കരനായ മഹോദരനെ ധ്യാനിച്ചപ്പോൾ വില്ലും കുഠാരവും ശരങ്ങളും എല്ലാം കൊണ്ടുവന്ന് പരശുരാമന് നൽകി. മഹോദരൻ തന്നെ വില്ലാളികളെയും രഥത്തെയും കൊണ്ടുവന്ന് നൽകി അതേ തേരിൽ കയറി മഹിഷ്മതി എന്ന ഹേഹയന്റെ രാജധാനിയിൽ പരശുരാമൻ പ്രവേശിച്ചു. തൻ്റെ പശുക്കുട്ടിയെ തിരികെ നൽകാൻ കാർത്തവീര്യനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. നൽകാതിരുന്നപ്പോൾ ഹേഹയനോട് യുദ്ധം ആരംഭിച്ചു. കാർത്തവീര്യൻ 10,000 പുത്രന്മാരോടും 17 അക്ഷൗഹിണികളോടും യുദ്ധവിശാരദന്മാരായ മന്ത്രിമാരോടും ചേർന്ന് വലിയ അതിഘോരമായ യുദ്ധം ചെയ്തു. പരശുരാമന്റെ അമ്പുകളും ശരങ്ങളുമേറ്റ് അവരിൽ പലരും മരിച്ചു വീണു. ശേഷിച്ചവരെല്ലാം തിരിഞ്ഞോടി. എങ്കിലും കാർത്തവീര്യൻ പരശുരാമനോട് എതിരിട്ടു. കാർത്തവീര്യാർജുനൻ നദിക്കരയിലെ നർമ്മദ നദിയിൽ ജലക്രീഡയിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരിക്കൽ നർമ്മദയിലെ ജലം തടഞ്ഞുവെച്ചു. തീരത്ത് പിന്നിലായി രാവണൻ ശിവപൂജയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ജലമുയർന്നപ്പോൾ രാവണൻ ജലത്തിൽ മുങ്ങി ഒരു വിധം നീന്തി കരയേറി. കാർത്തവീര്യൻ രാവണനെ ബന്ധിച്ച് തൻ്റെ കാരാഗ്രഹത്തിലടച്ചു. ഹേഹയ രാജാവിൻ്റെ കരബലം അത്ഭുതതരമെന്ന് ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. കാർത്തവീര്യന്റെ 1000 കൈകളിൽ നിന്നും 1000 ശരങ്ങൾ തുടരെ പരശുരാമനെതിരെ പ്രയോഗിച്ചു. പക്ഷേ പരശുരാമനെ കീഴ്പ്പെടുത്താൻ പറ്റാതിരുന്നപ്പോൾ വൈഷ്ണവ ചക്രം തന്നെ എടുത്തു പ്രയോഗിച്ചു. അതും പരശുരാമന് മുന്നിൽ വിഫലമായി തീർന്നു. ഭഗവാന്റെ അവതാരമാണെന്ന് പെട്ടെന്ന് കാർത്തവീര്യന് മനസ്സിലായി. അങ്ങനെ പരശുരാമൻ കാർത്തവീര്യനെ വധിക്കുകയും കാർത്തവീര്യൻ വിഷ്ണുപദം നേടുകയും ചെയ്തു. മരണം കൊണ്ട് കോപിച്ച കാർത്തവീര്യന്റെ പുത്രന്മാർ
ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയെ വധിച്ചു. അപ്പോൾ വല്ലാതെ ദുഃഖിതയായ രേണുക മാറത്തടിച്ച് വിലപിക്കുന്നത് കണ്ട് പരശുരാമൻ അതീവ ദുഃഖിതനും അത്യധികം കുപിതനുമായി തീർന്നു. പരശുരാമൻ അവിടെ വെച്ചാണ് ക്ഷത്രിയരെ ഉന്മൂലനാശം വരുത്തുമെന്ന ശപഥം എടുക്കുന്നത്. അദ്ദേഹം മനോവേഗത്തിൽ രഥവും ആയുധങ്ങളും അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. നാനാഭാഗത്തുമുള്ള ക്ഷത്രിയരെ കുഠാരം കൊണ്ട് വെട്ടിയും അമ്പുകൊണ്ട് കുത്തിയും അദ്ദേഹം വധിച്ചു. അങ്ങനെ ഭൂമിയിലുള്ള ക്ഷത്രിയ വംശം അനേകം തവണ അദ്ദേഹം തുടച്ചു മാറ്റി. സാൽവനോടുള്ള യുദ്ധത്തിൽ നിന്നും വിരമിച്ച ശേഷം പരശുരാമൻ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്രഗിരിയിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗോകർണം വരെ മുങ്ങിപ്പോയ ധരണിയെ മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ ഭൃഗുരാമൻ ധ്യാനിച്ചു വരുത്തിയ വില്ലിൽ ആഗ്നേയാസ്ത്രം തൊടുത്ത് സമുദ്രത്തെ വിറപ്പിച്ചതിന് ശേഷം ഒരു സ്രുവം മഴു സമുദ്രത്തെ അകറ്റി നിർത്തി കേരളത്തെ വീണ്ടെടുത്തു. മുപ്പത്തിയാറാം ദശകത്തിലെ പരശുരാമചരിതം എൻ്റെ വാക്കുകളിൽ ശ്രീകൃഷ്ണപാദങ്ങളിൽ അർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.